ബംഗാളിൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ ഇരയെ അപമാനിച്ചു മമതാ ബാനർജി. പെൺകുട്ടി ഒറ്റയ്ക്ക് പുറത്തുപോയത് എന്തിനെന്ന് വിശദീകരിക്കണമെന്ന് മമത പറഞ്ഞു. കോളേജ് അധികൃതർ പെൺകുട്ടികളെ രാത്രിയിൽ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, പെൺകുട്ടികൾ സ്വയം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മമതാ ബാനർജിയുടെ പ്രസംഗം. Especially the girl child at night time, they should not be allowed to come out in the outside. They have to protect themselves also. There is a forest area. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇരയെ അപമാനിച്ചുകൊണ്ട് സദാചാര പ്രസംഗം കൂടിയാണ് മമതാ ബാനർജി നടത്തുന്നത്. അച്യുത, തീർച്ചയായും ബംഗാളിലെ ദുർഗാപൂരിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിലാണ് ഇത്തരത്തിൽ വിവാദ പ്രതികരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് ഇരയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് മമതയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഈ പെൺകുട്ടി എന്തിനാണ് പുറത്തിറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം, അത് കോളേജ് അധികൃതരും ഈ വിദ്യാർത്ഥി അടക്കം വിശദീകരിക്കണം എന്നുള്ള കാര്യമാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോളേജ് അധികൃതർ പെൺകുട്ടികളെ രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കരുത് എന്നും പെൺകുട്ടികൾ സ്വയം സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതെന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും വീണ്ടും ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഈ ആർജിക്കർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള പീഡനത്തിന് ശേഷം വലിയ തോതിൽ ബംഗാളിലെ വിവിധ മേഖലകളിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നത്. പ്രത്യേകിച്ചും മമതാ ബാനർജിയുടെ ഇത്തരം പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ ലാക്കാക്കാനുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികൾ രാത്രി സമയങ്ങളിൽ സുരക്ഷിതരല്ല എന്നും അതോടൊപ്പം തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബലാത്സംഗം ക്ഷണിച്ചു വരുത്തുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് BJP അടക്കമുള്ള പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രതികളെ അടക്കം ഇപ്പോൾ ഈ തിരച്ചിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ 3 പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മമതാ ബാനർജി ഇരകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.